Hello my dear students, welcome to Learner's World. In this video I am going to talk about Unit 3 Child-Centered Education. What is child-centered education? Child-centered education is a sort of revolt against the ancient teacher-centered education and subject-centered education. അപ്പോൾ ഈ ഒരു child-centered education എന്നുള്ളത് ഒരു റിവോൾട്ടാണ്. അതായത് ഏൻഷ്യൻ പീരീഡിൽ ഉണ്ടായിരുന്ന ടീച്ചർ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ അതുപോലെ സബ്ജക്റ്റ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനൊക്കെ എതിരായിട്ടുള്ള ഒരു റിവോൾട്ടാണ് എന്ത് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. The child must be allowed to enjoy complete freedom of action subject to the condition that he or she should not interfere with the freedom of others. അപ്പോൾ എന്താണ് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് കുട്ടിക്ക് കംപ്ലീറ്റ് ഫ്രീഡം നൽകുക. അതായത് കുട്ടിയുടെ ആ ഒരു ലേണിങ്ങിൽ ആ ഒരു സബ്ജക്റ്റിൽ കംപ്ലീറ്റ് ഫ്രീഡം നൽകുക. അതായത് മറ്റുള്ളവർ ഇൻ്റർഫിയർ ചെയ്യാതെ കുട്ടിക്ക് കംപ്ലീറ്റ് ഫ്രീഡം നൽകുന്നതാണ് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനിൽ നടക്കുന്നത്. ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ ഷുഡ് പ്രിപ്പയർ ദ ചൈൽഡ് ഫോർ ദ സ്ട്രഗിൾ ഓഫ് എക്സിസ്റ്റൻസ് ഇൻ ലൈഫ്. അപ്പോൾ ഈ ഒരു ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ കുട്ടികളെ എന്താക്കി മാറ്റുന്നുണ്ട്, അതായത് ലൈഫിലുണ്ടാകുന്ന സ്ട്രഗിൾസ് ചാലഞ്ചസ് അവരെ ഓവർകം ചെയ്യാൻ ഫേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ? The child should be allowed to learn from the nature in his natural way without any interference from the adult. അപ്പോൾ ഈ ഒരു കുട്ടി ഈ ഒരു ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനിൽ ലേൺ ചെയ്യുന്നത് ഒരു നാച്ചുറൽ വേയിലാണ്. അവിടെ എന്തിൻ്റെ ഇൻ്റർഫിയറൻസ് ഇല്ല, ഒരു അഡൾട്ടിൻ്റെ ഇൻ്റർഫിയറൻസ് അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ നേച്ചർ ഓഫ് ദ ചൈൽഡ്, ഇറ്റ്സ് ഇൻട്രസ്റ്റ് ആൻഡ് പൊട്ടൻഷ്യൽസ്. അപ്പോൾ ഈ ഒരു ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനിലുള്ള എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ആ ഒരു കുട്ടിയുടെ നേച്ചറിനനുസരിച്ചും ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് പൊട്ടൻഷ്യൽ ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും എന്നാണ് പറയുന്നത്. There is no room for bookish knowledge and verbal information. ഇവിടെ എന്തിന് റോളില്ല ഈ ഒരു ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനിൽ? ബുക്കിഷ് നോളജിനോ അല്ലെങ്കിൽ വെർബൽ ഇൻഫോർമേഷനൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് പറയുന്നത്. Children should not be treated as miniature adults. അതായത് കുട്ടികളെ ഇവിടെ ഒരു മിനിയേച്ചർ അഡൾട്ട്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. ദ ഇൻഡിവിജ്വാലിറ്റി ഓഫ് ദ ചൈൽഡ് ഷുഡ് ബി റെസ്പെക്റ്റഡ്. ഈ ഒരു ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനിൽ ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനിലുള്ളത്. ദെൻ വ്യൂസ് ഓൺ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ മഹാത്മാഗാന്ധി. അതായത് എഡ്യൂക്കേഷനിലുള്ള വ്യൂസ്, അതായത് എഡ്യൂക്കേഷനോടുള്ള വ്യൂസ്, അതായത് ഒരുപാട് പ്രോമിനൻ്റ് ആയിട്ടുള്ള ആളുകളുടെ തോട്ട്സ് എഡ്യൂക്കേഷനോടുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. മഹാത്മാഗാന്ധിയുടെ വ്യൂ എന്താണെന്ന് നോക്കാം. ഗാന്ധി വാസ് ക്രിട്ടിക്കൽ അബൌട്ട് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ and viewed that by education I mean an all-round drawing of the burst in child and man in body, mind and spirit. അപ്പോൾ ഗാന്ധി ഈ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷനെ ക്രിറ്റിസൈസ് ചെയ്ത രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഓഫ് ദ ബേഴ്സ് ഇൻ ചൈൽഡ് ആൻഡ് മാൻ ഇൻ ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. Gandhi advised for free and compulsory education for all boys and girls between 7 and 14 years. അപ്പോൾ ഗാന്ധി 7 to 14 ഇയേഴ്സിലുള്ള എല്ലാ ബോയ്സ് ആൻഡ് ഗേൾസിനെയും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്ന് ഗാന്ധി അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി മദർ ടങ്. അതായത് പ്രൈമറി എഡ്യൂക്കേഷനിലൊക്കെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മദർ ടങ്ങിലായിരിക്കണം എന്ന് ഗാന്ധി പറയുന്നുണ്ട്. പുട്ട് പ്രോമിനൻസ് ഓൺ വൊക്കേഷണൽ ആൻഡ് ഫങ്ഷണൽ എഡ്യൂക്കേഷൻ. അതുപോലെ വൊക്കേഷണൽ ആൻഡ് ഫങ്ഷണൽ എഡ്യൂക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം എന്ന് പറയുന്നുണ്ട്. ദ മോട്ടോ ഓഫ് ഗാന്ധിയൻ എഡ്യൂക്കേഷൻ വാസ് ഏണിംഗ് വൈൽ ലേണിംഗ്. അതായത് ഗാന്ധിയൻ എഡ്യൂക്കേഷൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത് എന്താണ്? ഏണിംഗ് വൈൽ ലേണിംഗ്. ലേണിങ്ങിലൂടെ തന്നെ ലേണിങ്ങിൻ്റെ കൂടെ ഏണിങ്ങും കൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതായത് ആ കുട്ടിയുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏണിംഗ് കൂടെ ആണ് ഗാന്ധി ലക്ഷ്യം വെക്കുന്നത്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഷുഡ് ഇൻക്രീസ് ദ എഫിഷ്യൻസി വിത്തിൻ ദ സ്റ്റുഡൻസ്. അതുപോലെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അതായത് നമ്മൾ പറഞ്ഞു ഗാന്ധിയൻ എഡ്യൂക്കേഷനിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷനും ഫങ്ഷണൽ എഡ്യൂക്കേഷനും കൂടുതൽ പ്രോമിനൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കുട്ടികളിൽ അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. The main concern for Gandhi was the character building through learning. ഗാന്ധിയുടെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. ലേണിങ്ങിലൂടെ
ക്യാരക്ടർ ബിൽഡിംഗ് ആണ് ഗാന്ധിയുടെ ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. ഗാന്ധി അഡ്വൈസ് ദ സ്റ്റുഡൻസ് ടു കീപ് ദംസെൽസ് കംപ്ലീറ്റ്ലി അവേ ഫ്രം പൊളിറ്റിക്സ് ആൻഡ് കോൺസെൻട്രേറ്റ് ഓൺ ദെയർ സ്റ്റഡീസ്. അതുപോലെ ഗാന്ധി കുട്ടികളെ അഡ്വൈസ് ചെയ്യുന്നത് അതായത് കംപ്ലീറ്റ്ലി പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കണം, സ്റ്റഡീസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ഷുഡ് ഡെവലപ്പ് ഹ്യൂമൻ വാല്യൂസ് ഇൻ ദ ചൈൽഡ്. അതുപോലെ ഈ ഒരു എഡ്യൂക്കേഷൻ കുട്ടികളിൽ ഹ്യൂമൻ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എഡ്യൂക്കേഷൻ ഷുഡ് ബി മെയ്ഡ് സെൽഫ് സപ്പോർട്ടിങ് ത്രൂ സം പ്രൊഡക്റ്റീവ് വർക്ക്. അതുപോലെ എഡ്യൂക്കേഷൻ പ്രൊഡക്റ്റീവ് വർക്കിലൂടെ കുട്ടികളെ സെൽഫ് സപ്പോർട്ട് നൽകുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഷുഡ് ലീഡ് ടു ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ് ഫോർ ലൈവ്ലിഹുഡ്. അതുപോലെ കുട്ടിക്കൊരു എക്കണോമിക് ഇൻഡിപെൻഡൻസ് നൽകുന്നുണ്ട്. അതായത് ഗാന്ധിയൻ എഡ്യൂക്കേഷനിൽ ഗാന്ധി പറയുന്നത് ലേണിങ്ങും അതുപോലെ ഏണിങ്ങും ആണ് ഗാന്ധിയുടെ മോട്ടോ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിക്കൊരു ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹി ബിലീവ്ഡ് ഇൻ ലൈഫ് സെൻറ്റേർഡ് ആസ് വെൽ ആസ് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. ഗാന്ധി ലൈഫ് സെൻറ്റേർഡ് അതുപോലെ ഒരേ സമയം ലൈഫ് സെൻറ്റേർഡും അതുപോലെ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷനിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. അതായത് ലേണിങ്ങും ഏണിങ്ങും വേണമെന്ന് പറയുന്നുണ്ട്. ഇൻ ഈ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ നോളജ് മസ്റ്റ് ബി റിലേറ്റഡ് ടു ആക്ടിവിറ്റി ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഗാന്ധിയുടെ സ്കീം ഓഫ് എഡ്യൂക്കേഷനിൽ നോളജ് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനുമായിട്ട് റിലേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ദെൻ എഡ്യൂക്കേഷണൽ തോട്ട്സ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ. ഇനി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ തോട്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ടാഗോർ, മെയിൻ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു പ്രിപ്പയർ ദ ഇൻഡിവിജ്വൽ ഫോർ ദ സർവീസ് ഓഫ് ദ നേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡ്സ് ഫോർ കൾച്ചറൽ റെപ്രസെൻറ്റേഷൻ, ഹാർമണി ആൻഡ് ഇൻ്റലക്ച്വലിസം. അതായത് ടാഗോറിൻ്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അതായത് നമ്മുടെ നേഷന് സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ എഡ്യൂക്കേഷൻ കൾച്ചറൽ റെപ്രസെൻറ്റേഷൻ, ഹാർമണി, ഇൻ്റലക്ച്വലിസം ഇതിനൊക്കെ വേണ്ടിയിട്ട് നിലകൊള്ളുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹി എംഫസിസ് ഓൺ ദ ലേണേഴ്സ് കോണ്ടാക്ട് വിത്ത് ദ നേച്ചർ ടീച്ചേഴ്സ് എ മാൻ മോർ ദാൻ എനി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുപോലെ രവീന്ദ്രനാഥ് ടാഗോർ എംഫസൈസ് ചെയ്യുന്നത് നേച്ചറുമായിട്ട് ലേണർ കോണ്ടാക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും നേച്ചർ കുട്ടിയെ നല്ല രീതിയിൽ ടീച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ കുട്ടിയും എന്താണ് നേച്ചറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ടാഗോർ, ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് സെൽഫ് റിയലൈസേഷൻ. അപ്പോൾ ടാഗോറിൻ്റെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ്. ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ടാഗോർ ഈസ് ക്രിയേറ്റീവ് സെൽഫ് എക്സ്പ്രഷൻ ത്രൂ ഫിസിക്കൽ, മെൻ്റൽ, ഇസ്തറ്റിക് ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ്. അതായത് ടാഗോർ എഡ്യൂക്കേഷൻ്റെ ഒരു എയിം പറയുന്നുണ്ട്, അതൊരു ക്രിയേറ്റീവ് സെൽഫ് എക്സ്പ്രഷൻ ആണ് അദ്ദേഹം പറയുന്നത്. അതായത് ഫിസിക്കൽ, മെൻ്റൽ, ഈസ്തറ്റിക് ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റിലൂടെ ഒരു ക്രിയേറ്റീവ് സെൽഫ് എക്സ്പ്രഷനാണ് ഈ ഒരു എഡ്യൂക്കേഷൻ്റെ എയിം എന്നാണ് ടാഗോർ പറയുന്നത്. ഹി അഡ്വക്കേറ്റഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീഡം ഫോർ ആൻ എഫക്റ്റീവ് എഡ്യൂക്കേഷൻ. അതുപോലെ അദ്ദേഹം ഒരു ഇഫക്റ്റീവ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീഡം അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സജസ്റ്റഡ് ക്രിയേറ്റീവ് സെൽഫ് എക്സ്പ്രഷൻ ത്രൂ ക്രാഫ്റ്റ്, മ്യൂസിക്, ഡ്രോയിങ് ആൻഡ് ഡ്രാമ. അതുപോലെ ടാഗോർ ഒരു ക്രിയേറ്റീവ് സെൽഫ് എക്സ്പ്രഷൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്രാഫ്റ്റ്, മ്യൂസിക്, ഡ്രോയിങ്, ഡ്രാമ അതിലൂടെയൊക്കെയുള്ള ഒരു ക്രിയേറ്റീവ് സെൽഫ് എക്സ്പ്രഷൻ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ടാഗോർ ഈസ് ക്രിട്ടിക്കൽ ഓഫ് ദ പ്രിവാലൻറ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് ലേസ് റോൾ എംഫസിസ് അപ്പോൺ ബുക്കിഷ് ലേണിംഗ്. അതായത് നമ്മുടെ ഇപ്പം നിലനിൽക്കുന്ന ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ബുക്കിഷ് ലേണിംഗ്, ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ടാഗോർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം അതിനെതിരാണെന്നാണ് പറയുന്നത്. ദെൻ ജോൺ ഡൂയിസ് എഡ്യൂക്കേഷണൽ ഫിലോസഫി. ജോൺ ഡൂയിയുടെ എഡ്യൂക്കേഷൻ ഫിലോസഫി എന്തൊക്കെയാണെന്ന് നോക്കാം. ജോൺ ഡൂയി ബിലീവ്സ് ദാറ്റ് ദ എഡ്യൂക്കേഷൻ ഈസ് ദ കീ ടു ഡെവലപ്പിംഗ് സ്കിൽസ് ഫോർ ഡെമോക്രാറ്റിക് ആക്ടിവിറ്റി. അപ്പോൾ ജോൺ ഡൂയി ബിലീവ് ചെയ്യുന്നത് എഡ്യൂക്കേഷനാണ് അതായത് ഒരു ഡെമോക്രാറ്റിക് ആക്ടിവിറ്റീസിനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എഡ്യൂക്കേഷനാണ് എന്നാണ് പറയുന്നത്. ഈ എംഫസൈസ്ഡ് ഓൺ എൻക്വയറി ബേസ്ഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ജോൺ ഡൂയി എംഫസൈസ് ചെയ്യുന്നത് എൻക്വയറി ബേസ്ഡ് എഡ്യൂക്കേഷനാണ്. അക്കോർഡിംഗ് ടു ജോൺ ഡൂയി, എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് education for life, education for social efficiency, education for continuous reconstruction of experience. അപ്പോൾ ജോൺ
ഡൂയിയുടെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ എഫിഷ്യൻസി, എഡ്യൂക്കേഷൻ ഫോർ കണ്ടിന്യൂസ് റീകൺസ്ട്രക്ഷൻ ഓഫ് എക്സ്പീരിയൻസ്. then education should be democratic and it should foster equality. അതുപോലെ എഡ്യൂക്കേഷൻ എന്തായിരിക്കണം? ഡെമോക്രാറ്റിക് ആയിരിക്കണം, അതുപോലെ അത് ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഹി റിജക്റ്റഡ് റൂട്ട് ലേണിംഗ് അപ്രോച്ച്. അദ്ദേഹം റൂട്ട് ലേണിംഗ് അപ്രോച്ച് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഹി ഓൾസോ റിജക്റ്റഡ് ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച്. അതുപോലെ ജോൺ ഡൂയി ഈ ഒരു ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ച് റിജക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഡൂയി സജസ്റ്റഡ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ലേൺ ആൻഡ് ഗ്രോ ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഇൻട്രാക്ഷൻ വിത്ത് ദ വേൾഡ്. അപ്പോൾ ഡൂയി പറയുന്നത്, അതായത് ഇൻഡിവിജ്വൽസ് ലേൺ ചെയ്യുന്നതും അവർ ഗ്രോ ചെയ്യുന്നതൊക്കെ ഈ ഒരു ലോകവുമായിട്ട് ഇൻ്ററാക്ഷനിലൂടെയാണ്, അതായത് ആളുകളുമായിട്ട് ഇൻ്ററാക്ഷനിലൂടെയാണ് ആ ഒരു ഇൻഡിവിജ്വൽ ലേൺ ചെയ്യുന്നതും ഗ്രോ ചെയ്യുന്നതും എന്നാണ് പറയുന്നത്. ആ ഒരു ഇൻ്ററാക്ഷൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് ആ കുട്ടി ലേൺ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. These interactions and experiences lead individuals to continually develop new concepts, ideas, practices and understandings. അപ്പോൾ ഈ ഒരു ഇൻ്ററാക്ഷനിലൂടെ, ഈ ഒരു ലോകത്തിലെ കാര്യങ്ങളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നതിലൂടെ ആ കുട്ടിയുടെ ന്യൂ കോൺസെപ്റ്റ്സ്, ന്യൂ ഐഡിയാസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഡൂയി വാല്യൂഡ് റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റ് ആൻഡ് പ്രോബ്ലംസ് ആസ് എഡ്യൂക്കേറ്റീവ് എക്സ്പീരിയൻസസ്. അതുപോലെ ജോൺ ഡൂയി റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റ്, പ്രോബ്ലംസ് ഒക്കെ ഒരു എഡ്യൂക്കേറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പ്ലാറ്റോസ് വ്യൂ ഓൺ എഡ്യൂക്കേഷൻ. ഇനി പ്ലാറ്റോയുടെ വ്യൂ എന്താണെന്ന് നോക്കാം. പ്ലാറ്റോ റിഗാർഡ് എഡ്യൂക്കേഷൻ ആസ് എ മീൻസ് ടു അച്ചീവ് ജസ്റ്റിസ്. പ്ലാറ്റോ എഡ്യൂക്കേഷനെ ഒരു ജസ്റ്റിസ് അച്ചീവ് ചെയ്യാനുള്ള ഒന്നായിട്ടാണ് കാണുന്നത്. According to Plato, main function of the education is not to put knowledge, instead to bring out the instinctive talent. അപ്പോൾ നമ്മുടെ പ്ലാറ്റോയുടെ അഭിപ്രായത്തിൽ ഈ ഒരു എഡ്യൂക്കേഷൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നോളജ് ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, അതിന് പകരമായിട്ട് എന്താണ്, നമ്മുടെ ഇന്നർ ടാലൻസ് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൂടെ ഉണ്ട് എന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ഷുഡ് ഫെസിലിറ്റേറ്റ്സ് മോറൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്. അതായത് എഡ്യൂക്കേഷൻ കുട്ടിയുടെ മോറൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു പ്ലാറ്റോ, എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു ഡെവലപ്പ് റിയൽ നോളജ് ഇൻ സ്റ്റുഡൻസ്, ടു ഡെവലപ്പ് സെൻസ് ഓഫ് ബ്യൂട്ടി ആൻഡ് ഗുഡ്നെസ് ഇൻ സ്റ്റുഡൻസ്. അതായത് പ്ലാറ്റോയുടെ അഭിപ്രായത്തിൽ ഈ ഒരു എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത് കുട്ടികളിൽ റിയൽ നോളജ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ സെൻസ് ഓഫ് ബ്യൂട്ടി, ഗുഡ്നെസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ ഷുഡ് ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് ദ ബോഡി ആൻഡ് മൈൻഡ് അക്കോർഡിംഗ് ടു വൺസ് ഓൺ എബിലിറ്റീസ് ആൻഡ് കപ്പാസിറ്റീസ്. അതായത് എഡ്യൂക്കേഷൻ കുട്ടികളുടെ ബോഡി, മൈൻഡ്, അവരുടെ എബിലിറ്റിക്കനുസരിച്ച്, അവരുടെ കപ്പാസിറ്റിക്കനുസരിച്ച് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ മാർട്ടിൻ ബ്യൂബേഴ്സ് വ്യൂസ് ഓൺ എഡ്യൂക്കേഷൻ. ബ്യൂബർ എക്സ്പ്ലെയിൻ എഡ്യൂക്കേഷണൽ process as an event experienced by two persons in common in which at least one of them actively participate. ഇപ്പോൾ ബ്യൂബറുടെ ഒരു അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതായത് ടു പേഴ്സൺസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഇവൻറ്റ്, ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരാൾ അതിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദ കരിക്കുലം അപ്രൂവ്ഡ് ബൈ ബ്യൂബർ ഇൻക്ലൂഡഡ് ജനറൽ എഡ്യൂക്കേഷൻ, റിലീജിയസ് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ, എസ്തെറ്റിക് എഡ്യൂക്കേഷൻ, കമ്മ്യൂണിറ്റി ആൻഡ് അഡൾട്ട് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ബ്യൂബറുടെ ഒരു കരിക്കുലം എന്ന് പറയുന്നത് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ജനറൽ എഡ്യൂക്കേഷൻ, റിലീജിയസ് ആൻഡ് മോറൽ എഡ്യൂക്കേഷൻ, എസ്തെറ്റിക് എഡ്യൂക്കേഷൻ, കമ്മ്യൂണിറ്റി ആൻഡ് അഡൾട്ട് എഡ്യൂക്കേഷൻ. ബ്യൂബർ ഗാവ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു അഡൾട്ട് എഡ്യൂക്കേഷൻ. അതായത് ബ്യൂബർ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത് അഡൾട്ട് എഡ്യൂക്കേഷൻ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ 2018 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദ എഡ്യൂക്കേഷണൽ തോട്ട്സ് ഓഫ് ഇന്ത്യൻ ഫിലോസഫേഴ്സ് ഇൻ ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ എല്ലാവരുടെ തോട്ട്സാണ് ചോദിക്കുന്നത്, ഒരാളുടെ, ഒരു പെർട്ടിക്കുലർ ഒരാളുടെ ചോദിക്കുന്നില്ല, ഇന്ത്യൻ ഫിലോസഫേഴ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഗാന്ധി, ടാഗോർ, ജോൺ ഡൂയി, പ്ലേറ്റോ ഇവരൊക്കെ എടുത്തിട്ട് എഴുതാം.